മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി എം.വി. ഗോവിന്ദൻ മാസ്റ്റർക്കുമെതിരെ രൂക്ഷ വിമർശനം. സിപിഐഎം കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിലാണ് വിമർശനം ഉയർന്നത്. മുഖ്യമന്ത്രിയുടെ പ്രവർത്തന രീതിയും പ്രസ്താവനകളും ജനങ്ങളെ പാർട്ടിയിൽ നിന്നകറ്റി. എം.വി. ഗോവിന്ദന്റെ സൗമ്യ മുഖം നഷ്ടമായെന്നും ഇ.പി. ജയരാജന്റെ ചില പ്രസ്താവനകൾ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയെന്നുമാണ് വിമർശനം. വിവരങ്ങളുമായി ഇപ്പോൾ ജോസഫ് അഗസ്റ്റിൻ ചേരുന്നുണ്ട്. ജോസഫ്, മുഖ്യമന്ത്രിക്കെതിരെയും പാർട്ടിക്കെതിരെയും വലിയ വിമർശനങ്ങളാണ് ജില്ലാ സമ്മേളനങ്ങളിൽ ഉയർന്നു വരുന്നത്. ഈ ഒരു വിമർശനങ്ങളെ എങ്ങനെ നേരിടാനായിരിക്കും പാർട്ടിയുടെ തീരുമാനം? ഹരിത, മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കും നേരെ രൂക്ഷമായ വിമർശനമാണ് കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിൽ ഉയർന്നു വന്നത്. അതായത് പിണറായി വിജയന്റെ പ്രവർത്തന ശൈലിയും രീതികളും മാറിയെന്നും ഇത് തിരുത്തപ്പെടേണ്ടതുമാണെന്നാണ് വിമർശനം ഉയർന്നിരിക്കുന്നത്. മാത്രവുമല്ല, എം.വി. ഗോവിന്ദന്റെ സൗമ്യമായിട്ടുള്ള മുഖം നഷ്ടമായെന്നും ധിക്കാരപരമായാണ് ഇപ്പോൾ പെരുമാറുന്നത് എന്നുമാണ് ഈ വിമർശനം ഉയർന്നിട്ടുള്ളത്. ആദ്യ ദിവസത്തെ ചർച്ചകളിലാണ് ഇത്തരത്തിൽ രൂക്ഷ വിമർശനം, അതായത് പാർട്ടിയുടെ നേതൃത്വത്തിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനം ഉയർന്നു വന്നിട്ടുള്ളത്. മാത്രമല്ല, ഇ.പി. ജയരാജന്റെ ചില പ്രസ്താവനകൾ പാർട്ടിയെ അക്ഷരാർത്ഥത്തിൽ പ്രതിസന്ധിയിലാക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. മാത്രവുമല്ല, പിണറായി വിജയന്റെ തെറ്റായ ചില പ്രവർത്തന ശൈലികൾ ജനങ്ങളെ പാർട്ടിയിൽ നിന്ന് അകറ്റിയെന്നും വിമർശനം ഉയർന്നിരുന്നു. മാത്രവുമല്ല, ഈ പഞ്ചായത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിലെ നികുതി വർധനവ്, അതിൽ ചിലത് സർക്കാർ പിൻവലിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ നികുതി വർധനവ് ജനങ്ങൾക്ക് ഭാരമായെന്നും ആദ്യ ദിന ചർച്ചയിൽ ഉരുത്തിരിയുകയുണ്ടായി. എന്തായാലും കാസർഗോഡ് CPM-ന്റെ സമ്മേളനം നടക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ പ്രാദേശിക വിഷയങ്ങളും ചർച്ചയായിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. അതായത് ചീമേനി, ചെറുവൂർ, തൃക്കരിപ്പൂർ, നീലേശ്വരം, കാഞ്ഞങ്ങാട് തുടങ്ങിയ മേഖലകൾ പാർട്ടിക്ക് വലിയ രീതിയിലുള്ള സ്വാധീനമുള്ള മേഖലയാണ്. ഈ മേഖലകളിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടിക്ക് വലിയ രീതിയിലുള്ള ക്ഷീണമുണ്ടായി. അതായത് വോട്ടിൽ ഗണ്യമായ കുറവുണ്ടായി. ഈ കുറവിനെ പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് പറയുന്നത്. മാത്രമല്ല, പ്രാദേശിക നേതാക്കൾ പോലും വലിയ രീതിയിലുള്ള ധാർഷ്ട്യം ഉളവായത് ഈ ജനങ്ങളെ ഈ പാർട്ടിയിൽ നിന്ന്, പ്രത്യേകിച്ച് ഈ പാർട്ടി മെമ്പർമാരെ ഈ പാർട്ടിയിൽ നിന്ന് അകലുന്നതിന് കാരണമാക്കി എന്നാണ് പ്രധാനമായ വിലയിരുത്തലും വിമർശനവും ഉയർന്നിട്ടുള്ളത്. പിന്നീട് ഉയർന്ന വലിയ വിമർശനം വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ടാണ്. ഈ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന നേതാക്കൾ അനൗചിതമായിട്ടുള്ള ചില പ്രസ്താവനകൾ നടത്തുന്നതായിട്ടാണ് ഇത്തരത്തിൽ പാർട്ടി വിലയിരുത്തിയിട്ടുള്ളത്. അതായത് ചില അവസരോചിതമല്ലാത്ത പ്രസ്താവനകൾ അത് ജനങ്ങളെ ആശങ്കയിൽ ആഴ്ത്തുന്നു. മാത്രവുമല്ല, സമൂഹ മാധ്യമങ്ങളിലടക്കം പാർട്ടിക്ക് വലിയ നാണക്കേടുണ്ടാക്കുന്ന രീതിയിലാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ കൊണ്ട് സമ്മാനിക്കുന്നതെന്നാണ് ഈ വിമർശനം ഉയർന്നിട്ടുള്ളത്. ഈ കാര്യത്തിലും ജാഗ്രത പാലിക്കണമെന്നും ഒരു നിർദ്ദേശം ചർച്ചയിലൂടെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും ഇന്നും രണ്ടാം ദിനത്തിലും ചൂടേറിയ ചർച്ചകൾക്ക് തന്നെയായിരിക്കും ജില്ലാ സമ്മേളനം സാക്ഷ്യം വഹിക്കുക. ഈ പ്രാദേശിക വിഷയങ്ങൾ പ്രാദേശിക വിഷയങ്ങൾ തന്നെ കാസർഗോഡ് ജില്ലയിൽ CPM നേതൃത്വത്തിനെതിരെ പരസ്യമായും അണികൾ വരുന്നൊരു സാഹചര്യമുണ്ടായി. അങ്ങനെ പ്രാദേശിക വിഷയങ്ങൾ അടക്കം ഉയർത്തിക്കാട്ടിയായിരിക്കും ഇന്നത്തെ ചർച്ച പ്രധാനമായും പുരോഗമിക്കുക. ഇന്ന് 9 മണിക്ക് വാർത്താ സമ്മേളനം, അതായത് ഈ പ്രതിനിധി സമ്മേളനത്തിൽ ഉള്ള നേതാക്കന്മാരുടെ വാർത്താ സമ്മേളനം 9 മണിക്ക് വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഇതിൽ ഈ വിഷയങ്ങളിലൊക്കെ മറുപടി നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ വിഭിന്നമായി കാസർഗോഡ് ജില്ലയിലെ CPIM പാർട്ടി നേതൃത്വത്തിനും മുഖ്യമന്ത്രിക്കുമെതിരെ രൂക്ഷമായി ഭാഷയിൽ വിമർശനം ഉന്നയിച്ചിരിക്കുന്നു. പ്രവർത്തന ശൈലി മാറ്റണം, പ്രവർത്തന ശൈലി ശരിയല്ല, ജനങ്ങൾ പാർട്ടിയിൽ നിന്ന് അകന്നു എന്നുള്ള വിമർശനമാണ് പൊതുവിൽ ഉയർന്നു കേൾക്കുന്നത്. ഹരിത.